21 ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 21 days. അതായത് അതിൽ ഫൈറ്റ് ഉണ്ട്, സോങ്സ് ഉണ്ട്, കോമഡി ഉണ്ട്. രാവിലെ എല്ലാവരും കൂടി വണ്ടി കയറലാണല്ലോ, അല്ലെങ്കിൽ എവിടെ വെച്ചാൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരു സീൻ എടുത്ത് തീർത്തിരിക്കുന്നതാണ്. അങ്ങനെ ആരും റൂമിലിരിക്കില്ല, കാരവൻ വേണ്ട, അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്, അന്നതില്ല. പിന്നെ ഇന്നത്തെ പോലത്തെ എക്യുപ്മെന്റ്സും ഇല്ല അധികം, അപ്പോൾ ഒക്കെ കയ്യിൽ ഒതുങ്ങുന്നതാണ്. പക്ഷെ അതുകൊണ്ട് പടങ്ങൾക്ക് യാതൊരു ദോഷം സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഷോർട്സും ഒക്കെ ഉണ്ട് താനും എല്ലാം. അത് ഏതെങ്കിലും ഒരാൾക്ക് രണ്ടാൾക്കും നല്ലൊരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഒരുപോലെ ഓർമ്മയിൽ നിൽക്കുന്നതാണ് ഈ സിനിമയും അതിലെ സീനുകളും കാര്യങ്ങളും എല്ലാം. അതിനെല്ലാം ഇതുപോലെയുള്ള ഈ സിനിമയ്ക്ക് പുറത്ത് പാട്ടുകൾക്കൊരു വലിയ ജീവിതം ഉണ്ടല്ലോ. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ സിനിമയുടെ ഫോസിലുകളായിട്ടാ പാട്ടുകൾ ഇങ്ങനെ അവിടെ ഒരു സംഭവം കൂടി ഉണ്ട്. ആളുകൾക്ക് കിട്ടാത്ത ഇൻഫർമേഷൻ, അതിലൊരു ഫൈറ്റ് ഉണ്ട്, ബസ് തല്ലി പിടിക്കുന്ന രാത്രി മുരളിച്ചേരന്റെ ഗുണ്ടകൾ ഫൈറ്റ് കമ്പോസ് ചെയ്ത് ആ ഫൈറ്റ് ഡയറക്റ്റ് ചെയ്തത് മോഹൻലാലാണ്. എന്നുവെച്ചാല് ഫൈറ്റേഴ്സൊക്കെ വന്നു, ത്യാഗരാജൻ മാഷ് അന്ന് വരാൻ സാധിച്ചില്ല. അപ്പോൾ ഇവർ മുഴുവൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ത്യാഗരാജൻ മാഷ് ലാലിൻ്റെ അടുത്ത് പറഞ്ഞു, ലാലെ നീ അത് ചെയ്യ് എന്ന് പറഞ്ഞു. അപ്പോൾ ലാല് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ചെയ്യാൻ സാധ്യത, മാഷ മനസ്സിൽ വെച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ലാലിന് ഫൈറ്റ് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ഈ ബറോസിൻ്റെ ലാല് സംവിധാനം ചെയ്യുന്ന പടത്തിന്റെ പൂജയ്ക്ക് ഞാൻ പറഞ്ഞു, അതിന് മുമ്പ് ലാല് സംവിധാനം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് പറഞ്ഞത് കേട്ടിട്ടുണ്ട്.